119 സങ്കീർത്തനം അതിൻ്റെ 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പം ആ മനുഷ്യൻ്റെ മനോഭാവം ആ വാക്കുകളിൽ വ്യക്തമാണ്. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. യെസ് പാസ്റ്റർ, വായിച്ചോളൂ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നു. എൻ്റെ മുഖം വാടുന്നില്ല. അവിടുന്ന് എന്നെ ഉപദേശിക്കുമ്പോൾ, അവിടുത്തെ വചനങ്ങൾ അവിടുന്ന് എനിക്ക് നൽകിത്തരുമ്പോൾ, അവിടുത്തെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനം എന്നെ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ, ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ ഹൃദയത്തെ കീറിമുറിക്കുമ്പോൾ ഞാൻ ഒരിക്കലും പിണങ്ങുന്നില്ല, പിടഞ്ഞെഴുന്നേറ്റ് പോകുന്നില്ല. ദൈവമേ, നിന്റെ കൽപ്പനകളുടെ പാതയിൽ നടക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്നെ അതിൽ നടത്തണമേ. നിന്റെ ചട്ടങ്ങളുടെ വഴി എനിക്ക് ഉപദേശമായി നൽകണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. സൺഡേ പ്രമാണിക്കും, മണ്ടയിൽ മറക്കും. അങ്ങനെയല്ല, ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിന്, അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ. ദൈവമേ, നിന്റെ വചനം കൊണ്ട് എൻ്റെ തലച്ചോറ് നിറയ്ക്കണേ. ഹല്ലേലൂയ. നിന്റെ വചനം കൊണ്ടും നിന്റെ ആലോചന കൊണ്ടും എൻ്റെ ബുദ്ധിയെ നിറയ്ക്കണമേ. അത് പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. നിന്റെ കൽപ്പനയുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാനതിൽ ഇഷ്ടപ്പെടുന്നു. 36, 37 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായുമാറാകണമേ. വ്യാജത്തെ നോക്കാതെ വേണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണം. എത്ര ഒബീഡിയൻ്റ് ആണ് ഈ മനുഷ്യൻ! അവിടുത്തോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. നിന്റെ ചട്ടങ്ങളുടെ വഴിയിൽ എന്നെ നടത്തണേ. ഇത്രയേ ഉള്ളൂ മക്കളെ. ദൈവമേ, നീ എന്നോട് പറഞ്ഞോളൂ, നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്തോളാം. അതാണ് ഈ വചനത്തിന്റെ ആകത്തുക. ദൈവമേ, നീ എന്നോട് പറഞ്ഞോളൂ, നീ എന്നോട് അറിയിച്ചോളൂ, നീ എന്നോട് അറിയിക്കുന്നതെല്ലാം ഞാൻ പ്രമാണിച്ചോളാം, ഞാൻ ചെയ്തോളാം. ഇതൊരു ഒബീഡിയൻസ് അല്ലേ? ദാവീദിൽ കണ്ട ഏറ്റവും വലിയൊരു ഗുണം ഈ അനുസരണമുള്ള, ഏൽപ്പിച്ചു കൊടുക്കുന്ന ഈ മനോഭാവം. ദാവീദിന്റെ പ്രത്യേകത എന്നായിരുന്നെന്നറിയാമോ? ദാവീദിന്റെ പ്രത്യേകത, ദാവീദിനെങ്ങും ജയിക്കണമെന്നല്ലായിരുന്നു, ദൈവം എല്ലായിടത്തും ജയിക്കണം. ദാവീദിന്റെ പ്രത്യേകത, ദാവീദിന് എല്ലായിടവും ഉയരണമെന്നല്ലായിരുന്നു, ദൈവത്തെ എല്ലായിടത്തും ഉയർത്തണം എന്നായിരുന്നു. ദൈവം എല്ലായിടത്തും ജയിക്കണം എന്നാഗ്രഹിച്ചവനെ ദൈവം എല്ലായിടത്തും ജയിപ്പിച്ചു. ദൈവം എല്ലായിടത്തും ഉയരണം എന്നാഗ്രഹിച്ചവനെ ദൈവം എല്ലായിടത്തും ഉയർത്തി. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ആ പദം പറഞ്ഞത് വെറുതെ അല്ല. ഒന്ന് വായിക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ എൻകറേജ് ചെയ്ത 1-2 വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. 2 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 8-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. 2 ശമൂവേൽ 8:14. അവൻ ഏദോമിൽ കാവൽ പട്ടാളങ്ങളെ ആക്കി, ഏദോമിൽ എല്ലായിടത്തും കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു. വായിക്കാം. ഏദോമിലൊക്കെയും ദാവീദിന് ദാസന്മാരായി തീർന്നു. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം കൊടുത്തു. പുള്ളി ചെന്നിടത്തെല്ലാം പുള്ളി ജയിച്ചു. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. എല്ലായിടവും ദൈവം ജയിക്കണം എന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചോളൂ, നിങ്ങൾ ജയിക്കും. എല്ലായിടവും ദൈവം ഉയരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചോളൂ, ദൈവം നിങ്ങളെ ഉയർത്തും. എല്ലായിടവും ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കോളൂ. സമയമാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും. താങ്ക് യു ലോർഡ് ജീസസ്.